നമസ്കാരം, കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ട്രിഗ്നോമെട്രി എങ്ങനെ ഉപയോഗിക്കാം. ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിരിക്കുന്നു ABC. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം. ഇവിടെ രണ്ട് സൈഡും തന്നിട്ടുണ്ട്, അതിനിടയ്ക്കുള്ള ഒരു ആംഗിളും തന്നിരിക്കുന്നു. ഏരിയ എന്നത് ഹാഫ് BH ആണ്, അതായത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ഹൈറ്റ് തന്നിട്ടില്ല, പക്ഷേ അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ ട്രിഗ്നോമെട്രി ഉപയോഗിക്കുന്നത്. നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫിഗറിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും വീതം. അതിനിടയ്ക്കുള്ള ആംഗിൾ 50 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH ആണെന്ന് നമുക്കറിയാം. ഇവിടെ ഹൈറ്റ് തന്നിട്ടില്ല, ബേസിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഹൈറ്റ് നേരെ വരയ്ക്കുന്നു. എയിൽ നിന്ന് ഡിയിലോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ നമുക്കുണ്ടായി, ABD. നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇതിന് നമ്മൾ ട്രിഗ്നോമെട്രി ഉപയോഗിക്കുകയാണ്. അതായത് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ സൈൻ 50 = അതായത് തന്നിരിക്കുന്ന ആംഗിളിൻ്റെ സൈൻ 50 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്നത് AD ആണ്. നോക്കുക, ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് AD ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സൈൻ 50യുടെ വാല്യൂ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സൈൻ 50യുടെ വാല്യൂ 0.7660 ആണ്. ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. AD/4. ഈ 4 ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 4 × 0.7660 അതാണ് ADയുടെ ലെങ്ത് അഥവാ ഹൈറ്റ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും AD = 3.064. ഇത് നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ചെയ്യാം, അതായത് 3.06 എന്ന് നിർത്താം. ഇല്ലേലും കുഴപ്പമില്ല. വീണ്ടും ഇപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടി. ഏരിയ ഓഫ് ട്രയാങ്കിൾ =half × B × H. ബേസ് 6 ആണെന്ന് നേരത്തെ തന്നിട്ടുണ്ട്. ഹൈറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടി. ഈ 2ഉം 6ഉം ക്യാൻസൽ ചെയ്തു. 3 × 3.064. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9.192 എന്ന് കിട്ടും. അതായത് ഒന്ന് നമ്മൾ റൗണ്ട് ചെയ്യുന്നു, 2 ഡെസിമൽ റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 9.19 cm². റൗണ്ട് ചെയ്തില്ലെങ്കിലും ആൻസർ ശരി തന്നെയാണ്. ഇനി ഇത് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി നോക്കുക. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകൾ, അതായത് 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും, അതിനിടയ്ക്കുള്ള ഒരു ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അതായത് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ =half × ഈ തന്നിരിക്കുന്ന രണ്ട് സൈഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 6 × 4 ഇൻറ്റു ഈ ഇടയ്ക്കുള്ള ആംഗിളിൻ്റെ സൈൻ 50. 2ഉം 6ഉം ക്യാൻസൽ ചെയ്തു, 3 എന്ന് കിട്ടി. 3 × 4 12 ഇൻറ്റു സൈൻ 50യുടെ വില 0.7660. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9.19 cm² എന്ന് കിട്ടും. അപ്പോൾ എളുപ്പവഴി ഒന്ന് ഓർത്ത് വെക്കുക. രണ്ട് സൈഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ ഉണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു ആ രണ്ട് സൈഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 6 × 4 ഇൻറ്റു സൈൻ 50. ഇനി 90ൽ കൂടുതലാണെങ്കിൽ ഈ ആംഗിൾ, അങ്ങനെയുള്ള എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. നോക്കുക, രണ്ട് സൈഡും 6ഉം 4ഉം തന്നെ. ഇവിടെയുള്ള ആംഗിൾ 90നേക്കാൾ കൂടുതൽ, അതായത് 130 ഡിഗ്രി. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഈ നീളമാണ് ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാകുന്നുണ്ട്, ADB. ഈ ട്രയാങ്കിളിൽ ഈ 50 ഡിഗ്രി, ഇവിടെ 50 കിട്ടുന്നത് എങ്ങനെയാണ്? ഇതൊരു ലൈനേലുള്ള ആംഗിൾ ആയതുകൊണ്ട് 180ൽ നിന്നും 130 കുറച്ചു, അപ്പോൾ 50 ഡിഗ്രി എന്ന് കിട്ടി. ADB എന്ന ട്രയാങ്കിളിൽ 50യുടെ ഓപ്പോസിറ്റുള്ള സൈഡ്, അതാണ് ഹൈറ്റ്, അത് നമുക്ക് കണ്ടുപിടിക്കണം. ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് സൈൻ 50 = ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തതുപോലെ തന്നെ കിട്ടും. 0.7660 സൈൻ 50യുടെ വാല്യൂ ഇവിടെ കൊടുത്തു. ഓപ്പോസിറ്റ് സൈഡ് AD/4. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3.064 എന്ന് കിട്ടുന്നു AD. ഏരിയ =half × 6 × 3.064. 2ഉം 6ഉം ക്യാൻസൽ ചെയ്തു, 3 എന്ന് കിട്ടി. 3 × 3.064 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9.192 എന്ന് കിട്ടും. അപ്പോൾ ഏരിയ 9.19 cm². ഇതിനുള്ള എളുപ്പവഴി എന്താണെന്ന് നോക്കുക. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡുകൾ, ഇപ്പോൾ എക്സാമ്പിൾ തന്നത് 6ഉം 4ഉം. ഇവിടെയാണുള്ള ആംഗിൾ 90നേക്കാൾ കൂടുതലായിരുന്നു, 130 ഡിഗ്രി.
ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ ഇവിടെയാണ് വരച്ചത്. ഹൈറ്റ് ഒന്നും വരയ്ക്കാതെ തന്നെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. അതിനുള്ള എളുപ്പവഴി, ഏരിയ കാണാനുള്ള എളുപ്പവഴിയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുന്നു 6 ഇൻറ്റു 4 ഇൻറ്റു സൈൻ. ഇവിടെ വരുന്ന ആംഗിൾ 90-നേക്കാൾ കൂടുതലാണെങ്കിൽ 180-യിൽ നിന്ന് കുറയ്ക്കുക, അതായത് 180 മൈനസ് 130. അപ്പോൾ നോക്കുക, ആൻസർ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 4 ഇൻറ്റു സൈൻ 180 മൈനസ് 130. ഈ 2ഉം 6ഉം ക്യാൻസൽ ചെയ്തു 3 എന്ന് കിട്ടി. 3 ഇൻറ്റു 4 12 ഇൻറ്റു സൈൻ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് 50. സൈൻ 50യുടെ വില 0.7660 ആണ്. 12 ഇൻറ്റു 0.7660 ഇത് മൾട്ടിപ്ലൈ ചെയ്യും 9.19 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇപ്പോൾ എളുപ്പരീതിയിലും ചെയ്യാം. ഹൈറ്റ് കാണാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇവിടെ ഹൈറ്റ് വരച്ച് ആ രീതിയിൽ ചെയ്താൽ മതിയാവും. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, the length of two sides of a triangle are 8 cm and 10 cm and the angle between them is 40 degree. Calculate its area. What is the area of the triangle with the sides of same length but the angle between them is 140 degree? ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡുകൾ 8 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും അതിനിടയ്ക്കുള്ള ആംഗിൾ 40 ഡിഗ്രിയുമാണ്. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം. 40 ഡിഗ്രിക്ക് പകരം 140 ഡിഗ്രി കൊടുത്താൽ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കുമെന്നും ചോദിച്ചിരിക്കുന്നു. നമുക്കിതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചോദ്യത്തിൽ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡുകൾ 10 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും എന്ന് തന്നിരിക്കുന്നു. അതിനിടയ്ക്കുള്ള ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ഏരിയ എത്ര? അതാണ് ആദ്യത്തെ ഭാഗം. ഇവിടെ നമ്മൾ ഏരിയ കാണാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് BH എന്ന് എഴുതി. എയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡാണ് ഹൈറ്റ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് സൈൻ 40. Sin 40 is equal to opposite by hypotenuse. Opposite side AD by hypotenuse 8. Sin 40യുടെ വാല്യൂ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ലാസ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. Sin 40യുടെ വില 0.6428. ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു AD by 8. 8 ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AD ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 0.6428. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 5.14. അപ്പോൾ ഹൈറ്റ് കിട്ടി 5.14. ഏരിയ കാണാം, ഹാഫ് ഇൻറ്റു ബേസ് 10 ഇൻറ്റു ഹൈറ്റ് 5.14. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 എന്ന് വരും. 5 ഇൻറ്റു 5.14 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25.7 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇത് എളുപ്പരീതിയിലും ചെയ്യാം. അതായത് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 8 ഇൻറ്റു സൈൻ 40 ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 5, അതായത് 5 ഇൻറ്റു 8 40 ഇൻറ്റു സൈൻ 40. സൈൻ 40യുടെ വില 0.6428. ഇത് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ സൈഡുകൾ 10 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും അതിനിടയ്ക്കുള്ള ആംഗിൾ 140 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ വെളിയിലോട്ട് നമ്മൾ വരയ്ക്കുന്നു 40 ഡിഗ്രി. ഇവിടെ ഉണ്ടായ ട്രയാങ്കിളാണ് ADB. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ സൈൻ 40 ഈസ് ഈക്വൽ ടു AD ബൈ 8, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. 8 ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.6428 ഇൻറ്റു 8 അതാണ് AD. AD ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 0.6428 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 5.14. ഇപ്പോൾ ഹൈറ്റ് കിട്ടി. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് BH, അതായത് ഹാഫ് ഇൻറ്റു ബേസ് 10 ഇൻറ്റു ഹൈറ്റ് 5.14. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 5 എന്ന് കിട്ടും. അപ്പോൾ 5 ഇൻറ്റു 5.14 ആൻസർ 25.7 സെൻറ്റിമീറ്റർ സ്ക്വയർ. രണ്ടാമത്തെ ചോദ്യം, ദ സൈഡ്സ് ഓഫ് എ റോംബസ് ആർ 5 സെൻറ്റിമീറ്റേഴ്സ് ലോങ് ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ആംഗിൾ ഈസ് 100 ഡിഗ്രി. കമ്പ്യൂട്ട് ഇറ്റ്സ് ഏരിയ. ഒരു റോംബസ് എന്നാൽ ഒരു പാരലോഗ്രാം തന്നെയാണ്, പക്ഷേ അതിൻ്റെ വശങ്ങളെല്ലാം തുല്യം. അപ്പോൾ സൈഡെല്ലാം തുല്യമായ ഒരു പാരലോഗ്രമാണ് റോംബസ്. ഇതിൻ്റെ സൈഡ് 5 സെൻറ്റിമീറ്ററും തന്നിരിക്കുന്നു. അതിലെ ഒരു ആംഗിൾ 100 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആ റോംബസിൻ്റെ ഏരിയ കാണണം. റോംബസിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് D1 D2 ആണ്. അപ്പോൾ D1ഉം വേണം D2ഉം വേണം, അതായത് രണ്ട് ഡയഗണൽസും കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പകുതി എടുക്കുന്നതാണ് ഏരിയ. നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ ഒരു റോംബസ് ആണ് തന്നിരിക്കുന്നത്. റോംബസിൻ്റെ സൈഡ് 5 എന്നും അതിലുണ്ടാക്കുന്ന ഒരു ആംഗിൾ 100 തന്നിരിക്കുന്നു. ഇപ്പോൾ B എന്ന ആംഗിൾ 100 എന്ന് എടുത്താൽ അതിൻ്റെ പകുതിയാണ് ഈ ഭാഗം 50 ഡിഗ്രി. ഇപ്പോൾ AOB എന്ന ട്രയാങ്കിളിൽ
നമുക്കൊരു ആംഗിൾ 50 ആണ്, ഇവിടെ 90 ആണ്. കാരണം ഡയഗണൽസ് ഓഫ് ഒരു റോംബസിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇതുപയോഗിച്ച് നമുക്ക് ഈ രണ്ട് സൈഡും കാണാം. അതിൽ നിന്നും ഇതിൻ്റെ ഡയഗണൽസ് കണ്ടുപിടിക്കാം. അതായത് AOB എന്ന ട്രയാങ്കിളിൽ സൈൻ 50 എന്നെടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നമുക്ക് AO കണ്ടുപിടിക്കാൻ പറ്റും. നോക്കുക, സൈൻ 50 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ 50യുടെ വാല്യൂ 0.7660 ഈസ് ഈക്വൽ ടു AO ബൈ 5. 5 ലെഫ്റ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AO ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 0.7660. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3.83 എന്ന് കിട്ടും. ഇപ്പോൾ AO എന്ന് പറയുന്ന ഭാഗമാണ് 3.83. അതിൻ്റെ ഡബിളാണ് ആദ്യത്തെ ഡയഗണൽ. അതായത് 2 ഇൻറ്റു 3.83 ആൻസർ 7.66. ഇപ്പോൾ ഫസ്റ്റ് ഡയഗണൽ കിട്ടി. ഇതുപോലെ തന്നെ അഡ്ജസൻ്റ് സൈഡാണ് 50യുടെ അഡ്ജസൻ്റ് സൈഡാണ് BO. അത് കണ്ടുപിടിക്കാൻ cos 50 ഈസ് ഈക്വൽ ടു അഡ്ജസൻ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതായത് 0.6428. cos 50യുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈസ് ഈക്വൽ ടു അഡ്ജസൻ്റ് സൈഡ് BO ബൈ 5. 5 ലെഫ്റ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ BO ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 0.6428. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3.21 വരും. ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്തു 3.21. അപ്പോൾ ഡയഗണൽ BD ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3.21. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6.42 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് രണ്ട് ഡയഗണലും കിട്ടി. അപ്പോൾ ഏരിയ ഓഫ് റോംബസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. അതായത് ഹാഫ് ഇൻറ്റു D1, അതായത് ഒരു ഡയഗണൽ 6.42 ഇൻറ്റു രണ്ടാമത്തെ ഡയഗണൽ 7.66. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പകുതി എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 49.17 എന്ന് വരും. അതിൻ്റെ പകുതി എടുത്തു കഴിയുമ്പോൾ 24.58 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് റോംബസിൻ്റെ ഏരിയ. ഇന്ന് നമ്മൾ ചെയ്തത് പേജ് നമ്പർ 109 കൊടുത്തിരിക്കുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. അതുകൂടാതെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള എളുപ്പ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്കുടനെ കാണാം. താങ്ക്